ഇതെൻ്റെ ഗ്രാമം, പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ ഗ്രാമം. ഇന്നത്തെ പുരോഗമനത്തിൽ പച്ചപ്പുകൾ വെട്ടിനിരത്തി കുന്നുകൾ ഇടിച്ച് സൗധങ്ങൾ പണിയുമ്പോൾ വേറിട്ട് നിൽക്കുന്ന കുറേ കാഴ്ചകൾ, പച്ചപ്പിൻ്റെ കാഴ്ചകൾ. ഇന്നും ആ ഗ്രാമീണ ശാലീനത ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന കുറേ മരത്തണലുകൾ, തെങ്ങുകൾ, വാഴകൾ, കുറേ വൃക്ഷങ്ങൾ. ഇതൊക്കെ വിസ്മൃതിയിലേക്ക് മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പച്ചപ്പുകൾ നമ്മളെ നയനാഭിപരമായ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്നും നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഗ്രാമീണ സൗന്ദര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മളെ കൂടുതൽ സൗന്ദര്യോക്തരാക്കുന്നത്. ഇപ്പോൾ ഇത് അപൂർവമായ കാഴ്ചകളാണ് അല്ലേ? തെങ്ങുകളുടെ എണ്ണം കുറഞ്ഞു, പകരം മറ്റു വൃക്ഷങ്ങൾ കൈയടക്കി. റബ്ബറുകൾ പോലെയുള്ള വൃക്ഷങ്ങൾ കൈയടക്കി. ഇപ്പം റബ്ബറും പോയിരിക്കുകയാണ്. അങ്ങനെ പച്ചപ്പിന് എന്നേക്കുമായി വിട ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇതുപോലെയുള്ള നയനാഭിമായ ഈ കാഴ്ചകൾ അതിമനോഹരം. കപ്പത്തോട്ടങ്ങളും റബ്ബറും തെങ്ങും മറ്റു സസ്യജാതികളും എല്ലാം വളർന്ന് പന്തലിച്ചിരിക്കുന്ന എൻ്റെ കൊച്ചു ഗ്രാമം. പണ്ട് ഈ ഇടവഴികൾ കൂടി, ഈ റോഡുകളൊക്കെ പണ്ട് വരമ്പുകളായിരുന്നു, കൊച്ചു ചെറിയ ചെറിയ നടപ്പാതകളായിരുന്നു. ഇപ്പോൾ ഇത് ഇത്ര വികസിച്ച് ഒരു വണ്ടി പോകുന്ന പോലെയാക്കി. പണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ നടവരമ്പിലൂടെയായിരുന്നു പണ്ട് കുട്ടിക്കാലത്ത് യാത്ര ചെയ്തിരുന്നത്. അതിപ്പോൾ വലിയ റോഡുകളായി മാറി. എന്നിട്ടും ആ പച്ചപ്പിൻ്റെ ആ സൗന്ദര്യത്തിൻ്റെ അത് ഒട്ടും ഒളിമങ്ങാതെ അതിപ്പോഴും കാത്തു വച്ചിരിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇതുപോലെയുള്ള കാഴ്ചകൾ എന്നും ഉണ്ടാകണം. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അസ്തിത്വം. ഇതൊക്കെ വെട്ടിനിരത്തുമ്പോഴാണ് ഉരുൾപൊട്ടലും അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാവുന്നത്. അത് പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ തകിടം മറിക്കാതെയുള്ള വികസനമാകട്ടെ നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് കൈകോർക്കാം. ഇതുപോലെയുള്ള നല്ല കാഴ്ചകളുമായി നമുക്ക് വരാം വീണ്ടും അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി. എല്ലാവരും നമസ്കാരം. എല്ലാവരും